ഹൗ ടു ക്രിയേറ്റ് ഷോപ്പിഫൈ സ്റ്റോർ. നമുക്ക് ഷോപ്പിഫൈ സ്റ്റോർ എങ്ങനെ ക്രിയേറ്റ് ആവുമെന്നും അതുപോലെ തന്നെ ഷോപ്പിഫൈ സ്റ്റോറിൽ നമുക്കങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാമെന്നും നമുക്ക് നോക്കാം. സോ അത് ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. സോ അതിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ വീഡിയോ ഷെയറിങ് ചെയ്യുക. സോ നമുക്കത് നോക്കാം. നമ്മൾ shopify.com എന്നടിയുക. ശേഷം ലോഗിൻ കൊടുക്കുക. ജസ്റ്റ് ഇനി ഞാനിവിടെ ഇമെയിൽ കൊടുക്കുന്നത് ഒരു ഗൂഗിൾ വെച്ചിട്ടാണ്. കണ്ടിന്യൂ. ക്രിയേറ്റ് എ ഷോപ്പിഫൈ സ്റ്റോർ. ക്രിയേറ്റ് സ്റ്റോർ. ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൽ നമ്മളെ UPI നമ്പറോ അല്ലെങ്കിൽ ഫോൺ നമ്പർ അതൊക്കെ ആഡ് ചെയ്യാനാണ് പറയുന്നത്. നമ്മളെ പേയ്മെൻറ്റിൻ്റെ ഒരു ഇതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ കൊടുക്കണമെന്നില്ല. ആഫ്റ്റർ നമ്മൾ ഷോപ്പിഫൈ സ്റ്റോർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് നമുക്ക് കൊടുത്താലും മതി പേയ്മെൻറ്റിൻ്റെ ഈ സെക്ഷനൊക്കെ. സോ നമുക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. നെക്സ്റ്റ് എല്ലാം നെക്സ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുക. ഐ ഡു ദിസ് ലേറ്റർ ഇത് ക്ലിക്ക് ചെയ്യാം. സോ ഷോപ്പിഫൈ സ്റ്റോർ ഇപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട്. നമ്മൾ ഇതിൽ വെബ്സൈറ്റ് ഉണ്ടാക്കണം. സോ വെബ്സൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിന് മുന്നേ ഒരു ചെറിയൊരു ക്ലാരിഫൈ ചെയ്താൽ നമ്മൾ വെബ്സൈറ്റ് ഈ ഷോപ്പിഫൈ സ്റ്റോർ എന്താണെന്നും എങ്ങനെയൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാമെന്നൊക്കെ. ഇത് ഹോം പേജാണ്. അതുപോലെ ഓർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. ഓർഡേഴ്സ് വന്ന കസ്റ്റമേഴ്സിന് ഓർഡേഴ്സ് വന്നൊക്കെ ലിസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ഡ്രാഫ്റ്റ്, അതുപോലെ തന്നെ ഈ ഓർഡേഴ്സ് ഡ്രാഫ്റ്റായി എടുക്കുന്ന ഫയൽസ് ഇവിടെ കാണാൻ പറ്റും. പിന്നെ അബൻഡോൺഡ് ചെക്കൗട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ക്ലിക്ക് ചെയ്തിട്ട് അറ്റ് ലാസ്റ്റ് ചെക്കൗട്ട് പേജിലെത്തിയിട്ട് ചെക്കൗട്ട് പൂർത്തിയാക്കാത്ത കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. അതിനാണ് അബൻഡോൺഡ് ചെക്കൗട്ട്സ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ പ്രൊഡക്ട്സ്, നമ്മളെ പ്രൊഡക്ട്സൊക്കെ ഇവിടെ ആഡ് ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. സോ ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഓൺലൈൻ സ്റ്റോർ എന്നുള്ള ഈ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ വെബ്സൈറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാൻ പോകുന്നത്. ഓൺലൈൻ സ്റ്റോർ ക്ലിക്ക് ചെയ്യാം. ശേഷം തീംസ്. ഇതിൽ ഷോപ്പിഫൈ തന്നെ ഒരു ബഞ്ച് ഓഫ് കുറേ എന്താ പറയുക തീംസ് ഇവിടെ ഓൾറെഡി ഇവിടെ ഫ്രീ ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു തീം എടുത്ത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അല്ലെങ്കിൽ പെയ്ഡ് ആയിട്ടുള്ള തീംസ് ഉണ്ട്. ഇതിപ്പോൾ ഓറിജിനൽ പറഞ്ഞ തീമാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ തീം പേജിൽ പോയി കഴിഞ്ഞാൽ കുറേ തീം പേജ് കാണാൻ പറ്റും. ഇതിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും പ്രൈസ്. ഫ്രീ ആയിട്ടുള്ളത് 24 ഫ്രീ ആയിട്ടുള്ള തീംസ് ഉണ്ട്. അതുപോലെ പെയ്ഡ് ആയിട്ടുള്ളത് 1033 പെയ്ഡ് ആയിട്ടുള്ള തീംസ് ഇവിടെ ഷോപ്പിഫൈ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്കിതിലിപ്പോൾ ഫ്രീ ആയിട്ടുള്ളത് നോക്കാം. ഇതിൽ കാണാൻ പറ്റും സേവർ, ക്രേവ്, അറ്റ്ലെയർ, അങ്ങനെ ഫാബ്രിക് ട്രേഡ്, സ്പോട്ട്ലൈറ്റ്, അങ്ങനെ പല തരത്തിൽ ബഞ്ച് ഓഫ് നമുക്ക് ഫ്രീ ആയിട്ടുള്ള തീംസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ സെൻസ് എടുക്കാം. സെൻസിൻ്റെ തീം എന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടീൻ്റെ പ്രൊഡക്റ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു തീമാണ് സെൻസ് എന്ന് പറയുന്ന തീം. സോ നമുക്ക് ട്രൈ ആക്കാം. തീം ഇമ്പോർട്ട് ആയിട്ടുണ്ട്. സോ ഇത് ലോഡിങ്ങിലാണ്. അപ്പോൾ തീം അപ്ലോഡ് ആയിട്ടുണ്ട്. നമുക്കിത് ഈ തീം എന്ത് ചെയ്യാം, പബ്ലിഷ് ചെയ്യാം. അപ്പോൾ തീം ഇപ്പോൾ അപ്ലോഡായി. പിന്നെ അതുപോലെ ഇതിപ്പോൾ എന്തായിട്ടുണ്ട്, പബ്ലിഷ് ആയിട്ടുണ്ട്. ഈ എഡിറ്റ് തീമിലേക്ക് ക്ലിക്ക് ചെയ്യാം. സോ ഇങ്ങനെ വരും. അപ്പോൾ ഇതൊക്കെയാണ് വെബ്സൈറ്റിൻ്റെ ഓരോരോ സെക്ഷൻസ്. സോ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈ സ്റ്റോറിൻ്റെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹെഡർ വരും. ഹെഡറിൻ്റെ ഓരോ പൊസിഷൻസും അതുപോലെ ഇവിടുത്തെ ഓരോ എഡിറ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ബാറാണ് ഈ ഒരു സൈഡിലുള്ളത്. സോ നമുക്ക് ഇവിടെയൊക്കെ എല്ലാം എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. കാണുന്ന പോലെ അതുപോലെ ബ്രൗസർ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഇതിപ്പോൾ ഒരു സെക്ഷനാണ് ഇമേജ് വിത്ത് ടെക്സ്റ്റ് എന്നുള്ളത്. അതൊരു ഇമേജാണ്, ഇവിടെ ടെക്സ്റ്റാണ്. സോ നമുക്ക് ഇമേജ് ആണെങ്കിൽ ഇവിടെ ആഡാക്കാം. ഇനി റാൻഡം ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഈ ടെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതിനനുസരിച്ചുള്ള കസ്റ്റമൈസുള്ള ടെക്സ്റ്റ് നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ആണെങ്കിൽ പല തരത്തിൽ കസ്റ്റമൈസ് ചെയ്യാം. ഇവിടെ ഫോട്ടോ വേറെ കൊടുക്കുക, നിങ്ങൾ ഏത് തരം പ്രൊഡക്റ്റാണ് വെക്കുന്നത് ആ പ്രൊഡക്റ്റിനനുസരിച്ചുള്ള ഇമേജൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്തിട്ട് വരെ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം. ശേഷം ഇവിടെ ടെക്സ്റ്റ് അതിന് അനുയോജ്യമായിട്ടുള്ള ടെക്സ്റ്റ് ഹുക്ക് ടൈപ്പുള്ള ഏതെങ്കിലും ടെക്സ്റ്റ് ഇവിടെ ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഓരോ സെക്ഷൻസ് കാണാൻ പറ്റും. ഇവിടെ ഓരോ സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ ആഡ് സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചേർഡ് പ്രൊഡക്റ്റ് ഉണ്ടാവും, കളക്ഷൻ ലിസ്റ്റ് ഉണ്ടാവും, റിച്ച് ടെക്സ്റ്റ് ഉണ്ടാവും. ഇങ്ങനത്തെ ഓരോ സെക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനിടയിൽ ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. ശേഷം ഇവിടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. നിങ്ങൾ എന്താണോ പ്രൊഡക്റ്റ് വെക്കുന്ന ആ പ്രൊഡക്റ്റിനനുസരിച്ചുള്ള ഓരോ ഡിസ്ക്രിപ്ഷൻസ്, ഓരോരോ ടെക്സ്റ്റസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ആഡ് ചെയ്യാൻ പറ്റും. നെറ്റ് ഇവിടെ കാണാൻ പറ്റും ഫൂട്ടർ. ഈ ഫൂട്ടറിൻ്റെ അവിടെ നിങ്ങൾക്ക് പ്രൈവസി ലിങ്കും അതുപോലെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതുപോലെ നിങ്ങളെ കോൺടാക്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് ഫൂട്ടർ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ ഫൂട്ടറിൻ്റെ അവിടെ എഡിറ്റ് ചെയ്യാം. ഓവറോൾ നിങ്ങൾക്ക് എന്താണോ, എന്ത് ടൈപ്പ് ഓഫ് കണ്ടന്റ് ആണോ, എന്ത് വ്യൂവിലാണോ നിങ്ങൾ കാണുന്നത് വെബ്സൈറ്റ്, അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ രീതി അനുസരിച്ച് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ കസ്റ്റം ലിക്വിഡ്, അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ഇപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ വെബ്സൈറ്റിന് നിങ്ങൾക്ക് കസ്റ്റം ലിക്വിഡ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ ഐഡിയാസ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് പുതിയ സെക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റും. പുതിയ സെക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, വെച്ചിട്ട് കോഡ് ഉണ്ടാക്കുക. കോഡ് വെച്ചിട്ട് കസ്റ്റം ലിക്വിഡ് കോഡ് ഉണ്ടാക്കിയതിന് ശേഷം ഇവിടെ കൊണ്ടുപോയി ആഡ് ചെയ്യാൻ പറ്റും. ആഡ് സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ആഡ് സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടോ കസ്റ്റം ലിക്വിഡ്. ഓക്കെ, ഈ കസ്റ്റം ലിക്വിഡിൽ എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റഡ് എന്ത് ടൈപ്പാണോ നിങ്ങൾ കസ്റ്റം ലിക്വിഡ് ഉണ്ടാക്കിയിട്ടുള്ളത് ആ കോഡ് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ പേസ്റ്റ് ചെയ്യുക. ശേഷം ആ ഒരു സെക്ഷന് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കാണാൻ പറ്റും. സോ ഇങ്ങനത്തെ ഓരോ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾ ഐഡിയോളജിക്കലായിട്ടുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, ഒരു വെബ്സൈറ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കാൻ പറ്റും. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് ഞാനൊരു പ്രൊഡക്റ്റ് എങ്ങനെ ഫൈൻഡ് ചെയ്യാം, അതുപോലെ വിന്നിങ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡിമാൻഡ് നിൽക്കുന്ന പ്രൊഡക്റ്റ് എങ്ങനെ ഫൈൻഡ് ചെയ്യാമെന്നും നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. സീ യു ദ നെക്സ്റ്റ് വൺ.